ജോസഫ് ടാജറ്റ് നിർദ്ദേശം നൽകിയത് പാർട്ടി ഘടകങ്ങൾക്ക്. DCC ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പുകളിലാണ് ജോസഫ് ടാജറ്റിന്റെ നിർദ്ദേശം. തൃശൂരിൽ പലയിടങ്ങളിലും VD സതീശന് അനുകൂലമായി പ്രകടനം നടന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. MK ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു DCC അധ്യക്ഷൻ ചെയ്യേണ്ടത് മാത്രമല്ലേ അദ്ദേഹം ചെയ്തുള്ളൂ? തീർച്ചയായും സൈഫുദ്ദീൻ, VD സതീശന് അനുകൂലമായി സംസ്ഥാനത്ത് ആദ്യം പ്രകടനം നടന്ന ജില്ലകളിൽ ഒന്നാണ് തൃശൂർ. കൊടുങ്ങല്ലൂരിൽ നടന്ന പ്രകടനം സാമാന്യം നല്ല ആളുകളുണ്ടായിരുന്നു. 200-ലധികം പേരാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് കൂടിയാണ് DCC പ്രസിഡന്റ് കൂടിയ ജോസഫ് ടാജറ്റ് പാർട്ടി ഘടകങ്ങൾക്ക് ഒരു കർശന നിർദ്ദേശം നൽകിയത്. അദ്ദേഹം ശബ്ദ സന്ദേശമായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കമാൻഡും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കാത്തിരിക്കുകയാണ് വേണ്ടത്. അതിനു മുമ്പ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങൾ, പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നതും മറ്റും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. കാര്യം കർശനമായി നിരോധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ശബ്ദ സന്ദേശമാണ് പാർട്ടിയുടെ DCC ബ്ലോക്ക് തലത്തിലും അതുപോലെ തന്നെ മണ്ഡലം തലത്തിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ അദ്ദേഹം അണികൾക്ക് നൽകിയത്. യെസ്, അപ്പോൾ ജോസഫ് ടാജറ്റിന്റെ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം. മോശമായി പാർട്ടിയെ മോശമാക്കുന്ന രീതിയിൽ വിഭാഗീയമായ ഒരു കാര്യങ്ങളും നടത്തരുത് എന്നുള്ള നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം പരിഗണിക്കേണ്ടതാണ്. ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പ്രകടനങ്ങളോ ജാഥകളോ ഒന്നും തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പറഞ്ഞിട്ടില്ലാത്തതാണ്. KPCCയുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമാണ് നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഷുക്കൂർ തുടരുന്നുണ്ട്. ഷുക്കൂർ, അപ്പോൾ ഇന്നും നാളെയും ഒക്കെയായി പലയിടങ്ങളിലും VDക്ക് അനുകൂലമായി പ്രകടനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ എല്ലായിടങ്ങളിലും ഇങ്ങനെ DCC പ്രസിഡന്റുമാർ പ്രവർത്തകർക്ക് ഈ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ ജോസഫ് ടാജറ്റ് നിർദ്ദേശത്തിന് പിന്നാലെ തൃശ്ശൂരിൽ ഇനി അങ്ങനെ ഒരു പ്രകടനം നടക്കില്ല എന്ന് തോന്നലുണ്ടോ? പറയാനാകില്ല. തൃശൂർ സ്വരാജ് റൗണ്ടിൽ ഇന്ന് വൈകുന്നേരം ഒരു പ്രകടനത്തിന് ആഹ്വാനമുണ്ട്. അതിനായിട്ടുള്ള പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KC വേണുഗോപാൽ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് തൃശൂർ. തൃശൂരിലെ എല്ലാ നേതാക്കളും, ഈ ജോസഫ് ടാജറ്റ് അടക്കം MP വിൻസെന്റ്, TN പ്രതാപൻ, അനിൽ അക്കരെ തുടങ്ങിയ എല്ലാവരും തന്നെ നിലവിൽ KC വേണുഗോപാലിനെ പിന്തുണ അറിയിച്ച് നിൽക്കുന്ന നേതാക്കളാണ്. അവിടെയാണ് ഏറ്റവും അധികം പ്രകടനങ്ങൾ നടക്കുന്നത് എന്നതൊരു വൈരുദ്ധ്യം കൂടിയാണ്. അത് നേതാക്കളെ സംബന്ധിച്ച് ഒരു കൂറു പുലർത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജോസഫ് ടാജറ്റ് ഇത്തരമൊരു നിർദ്ദേശം തൃശ്ശൂരിലെ അണികൾക്ക് നൽകിയിരിക്കുന്നത്. തൃശ്ശൂരിൽ വലിയ തോതിൽ അണികളും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും തമ്മിൽ കാര്യമായ ബന്ധമില്ലാത്തൊരു ജില്ല കൂടിയാണ്. കാരണം നേതാക്കളെ ഒന്നും പരസ്പരം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തൃശ്ശൂരിൽ പൊതുവെയില്ല. അണികളുടെ മേൽ നേതാക്കൾക്ക് നിയന്ത്രണവും കാര്യമായില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പ്രകടനങ്ങൾ നടക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സമാന രീതിയിൽ ഇന്നും പ്രകടനങ്ങൾക്ക് പലയിടത്തും ആഹ്വാനങ്ങളുമുണ്ട്. പല മണ്ഡലം തലങ്ങളിലും, അതായത് പഞ്ചായത്ത് തലങ്ങളിലുള്ള പ്രകടനങ്ങൾക്കാണ് പലരും പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. സ്വരാജ് റൗണ്ടിലുള്ള പ്രകടനം ഒരു പൊതു പരിപാടി എന്ന രീതിയിൽ, ഒരു പൗരസമൂഹത്തിന്റെ പ്രകടനം എന്ന രീതിയിലേക്കാണ് അത് ആവിഷ്കരിച്ചതെന്നാണ് അതിന്റെ